Welcome to Structure of Atom. Section 6 Radiation. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ്സാണ്. Question number 34. What are electromagnetic radiations? എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് radiations? Radiations are associated with electric and magnetic field and are known as electromagnetic radiations. ഏതു റേഡിയേഷൻസിൻ്റെ കൂടെയും ഒരു ഇലക്ട്രിക് ഫീൽഡും ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും. റേഡിയേഷൻസിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് ഫീൽഡും ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് റേഡിയേഷൻസിനെ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് വിളിക്കുന്നത്. റേഡിയേഷൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ആർ നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. ഒന്ന് രണ്ട് നോട്ടുകൾ നോക്കൂ. ദ പാത്ത് ഓഫ് റേഡിയേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. റേഡിയേഷനും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്, പരസ്പരം ലംബങ്ങളാണ്. മൂന്നും 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. റേഡിയേഷൻ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനിലായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിലായിരിക്കും. ദ പാത്ത് ഓഫ് റേഡിയേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അടുത്ത പോയിന്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് can move in vacuum. വാക്വത്തിലൂടെ സഞ്ചരിക്കാൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് കഴിയും. ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് കഴിയും. അടുത്ത പോയിന്റ്, ദ എനർജി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഫ്രീക്വൻസി and inversely proportional to its wavelength. ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടും. ഫ്രീക്വൻസി കൂടിയാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി കൂടും. വേവ് ലെങ്ത് കൂടിയാൽ എനർജി കുറയും. വേവ് ലെങ്ത് കൂടിയാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി കുറയും. ഫ്രീക്വൻസിയും എനർജിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. വേവ് ലെങ്ത്തും എനർജിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ദ എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വേവ് ലെങ്ത്. ഈ ഇക്വേഷൻ നോക്കൂ. ഇ സമം എച്ച് ന്യൂ, നമുക്ക് പരിചയമുള്ള ഇക്വേഷനാണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഉണ്ടോ? ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടും. ക്ലിയർ ആണ്. ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടും. ന്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് സി ബൈ ലാംഡ എന്ന് എഴുതാം. ലാംഡ കൂടിയാൽ എനർജി കുറയും. ലാംഡ കൂടിയാൽ എനർജി കുറയും. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം, 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. വാക്വത്തിൽ ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അടുത്ത പോയിന്റ്, ഓൾ ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും ലൈറ്റിൻ്റെ വെലോസിറ്റി, പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയിൽ സഞ്ചരിക്കും. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്
ലൈറ്റിൻ്റെ അതേ വെലോസിറ്റിയാണ്. പ്രകാശം സഞ്ചരിക്കുന്ന അതേ വേഗതയിൽ സഞ്ചരിക്കാൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് കഴിയും. ലൈറ്റിൻ്റെ വെലോസിറ്റി 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വാക്വത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനും ഇതേ വെലോസിറ്റി കാണിക്കാൻ കഴിയും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? ആൻ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് in the increasing or decreasing order of wavelength or frequency is known as electromagnetic spectrum. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ അറേഞ്ച്മെൻ്റാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. റേഡിയേഷൻസിൻ്റെ അറേഞ്ച്മെൻ്റാണ് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ അറേഞ്ച്മെൻ്റാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഈ അറേഞ്ച്മെൻ്റ് എങ്ങനെയാവാം? വേവ് ലെങ്ത് കൂടി വരുന്ന രീതിയിലാവാം, കുറഞ്ഞു വരുന്ന രീതിയിലാവാം. ഫ്രീക്വൻസി കൂടി വരുന്ന രീതിയിലാവാം, കുറഞ്ഞു വരുന്ന രീതിയിലാവാം. പല ബുക്കിലും പല രീതിയിലായിരിക്കും. ഏതായാലും ഇത്തരം അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഇൻ ദ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് wavelength or frequency is known as electromagnetic spectrum. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. വിസിബിൾ റേസ്, നമുക്ക് കാണാൻ പറ്റുന്ന റേസ് എന്ന് പറയുന്നത് വിസിബിൾ റേസ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിയും. അതാണ് വിസിബിൾ റീജിയൻ, വിസിബിൾ റേസ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയുണ്ട് നോക്കൂ. റേഡിയോ ആൻഡ് ടെലിവിഷൻ വേവ്സ്, മൈക്രോവേവ്സ്, പിന്നെ ആരാണ്? ഇൻഫ്രാറെഡ് റേസ്. റൈറ്റ് സൈഡിൽ ആരൊക്കെയാണ്? അൾട്രാ വയലറ്റ് റേസ്, അതായത് UV റേസ് ആണ്. പിന്നെ എക്സ്റേ, ഗാമാ റേ, കോസ്മിക് റേ. ആരൊക്കെയാണ്? എക്സ്റേ, ഗാമാ റേ, കോസ്മിക് റേ. അപ്പോൾ നോക്കൂ, ഓർക്കാൻ എളുപ്പത്തിന് വിസിബിൾ റേസ് എന്നുള്ളത് ആദ്യം ഓർക്കുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 3 ടൈപ്പ്, റൈറ്റ് സൈഡിലും 3. റൈറ്റ് സൈഡിൽ 4 വരുന്നുണ്ട്. 1, 2, 3. ടെക്സ്റ്റ് ബുക്കിൽ 3 കൊടുത്തിട്ടുള്ളൂ. കോസ്മിക് റേസ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയുണ്ട്? റേഡിയോ ആൻഡ് ടെലിവിഷൻ വേവ്സ്, പിന്നെ മൈക്രോവേവ്സ്, പിന്നെ ഇൻഫ്രാറെഡ്. വിസിബിൾ റേസിൻ്റെ റൈറ്റ് സൈഡിൽ അൾട്രാ വയലറ്റ് റേസ്, എക്സ്റേ, ഗാമാ റേ, കോസ്മിക് റേ. റേഡിയോ ആൻഡ് ടെലിവിഷൻ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ് അല്ലെങ്കിൽ വേവ്സ്, വിസിബിൾ റേസ്, UV റേസ്, എക്സ്റേ, ഗാമാ റേ, കോസ്മിക് റേ. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. വലിയൊരു റീജിയനാണ്. അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞു വരുന്നു. ഇപ്പോൾ വേവ് ലെങ്ത് ഏറ്റവും കൂടിയത് ആർക്കാണ്? റേഡിയോ ആൻഡ് ടെലിവിഷൻ വേവ്സ് ആണ്. റേഡിയോ ആൻഡ് ടെലിവിഷൻ വേവ്സ്. അതുകൊണ്ടാണ് റേഡിയോ പ്രക്ഷേപണത്തിന് റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്നത്. ടെലിവിഷൻ വേവ്സ് അവരുടെ വേവ് ലെങ്ത് കൂടുതലാണ്. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി കൂടും, അതായത് എനർജി കൂടും. അപ്പോൾ എനർജി കൂടുതലുള്ള റേഡിയേഷൻ ഏതാണ്? കോസ്മിക് റേ. ഏറ്റവും എനർജി കൂടുതലുള്ള റേഡിയേഷൻ ഏതാണ്? കോസ്മിക് റേ. എനർജി ഏറ്റവും കുറവുള്ളത് ഏതായിരിക്കും? റേഡിയോ ആൻഡ് ടെലിവിഷൻ വേവ്സ്. ഫ്രീക്വൻസി കൂടുമ്പോൾ എനർജി കൂടും. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് കുറയും, ഫ്രീക്വൻസി കൂടും. ഓക്കെ, നോട്ട് ചെയ്തെടുക്കാം. ഒരു ചിത്രം കൂടെ കാണാം. ഉണ്ടോ? വേവ് ലെങ്ത് 10⁸ എന്ന് പറയുന്ന ഓർഡറിൽ ആണ് ഇവിടെ. വലിയ വാല്യൂ ആണ്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 10⁻⁻16 അല്ലേ? വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് കുറയും.
ഫ്രീക്വൻസി നോക്കൂ, 10⁻0 എന്ന് പറയുന്ന ഓർഡർ ആണ് ഇവിടെ. ഇവിടേക്ക് വരുമ്പോൾ 10⁻24, കോസ്മിക് റേസ് വരുമ്പോൾ 10⁻24 വരെ വരും. ഫ്രീക്വൻസി കൂടുതലാണ്. കഴിയുന്ന കുട്ടികൾ ഈ വാല്യൂ ഒന്ന് നോക്കി വെച്ചാൽ നല്ലതാണ്. വിസിബിൾ റീജിയൻ നമുക്കറിയാം. വിസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ വിബ്ജിയോർ. ഏതാ വിബ്ജിയോർ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. റെഡിനാണ് വേവ് ലെങ്ത് കൂടുതൽ. ഉണ്ടോ? അതുകൊണ്ട് ഈ സൈഡിൽ വരണം. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്. റെഡിന് വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് പരസ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ബൾബുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നത്. റെഡ് സിഗ്നൽ ഉപയോഗിക്കാൻ കാരണം ആ ലൈറ്റ് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യും, വേവ് ലെങ്ത് കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ വിസിബിൾ റീജിയൻ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. വിസിബിൾ സ്പെക്ട്രം വയലറ്റ് മുതൽ റെഡ് വരെ, വയലറ്റ് മുതൽ റെഡ് വരെ. ഓക്കെ, വേവ് ലെങ്ത് വയലറ്റിൻ്റെ ഏകദേശം 400 നാനോമീറ്ററാണ്. 400 നാനോമീറ്റർ. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻9 മീറ്റർ. റെഡിൻ്റെ ഏകദേശം 700, അല്ലേ? 700 അല്ലെങ്കിൽ 800 നാനോമീറ്റർ വരെയാണ്. അപ്പോൾ ഓർക്കാൻ എളുപ്പത്തിൽ 400, 800 അങ്ങനെ വേണമെങ്കിൽ ഓർമ്മിക്കാം. അപ്പോൾ വയലറ്റിൻ്റെ വേവ് ലെങ്ത്, റെഡിൻ്റെ വേവ് ലെങ്ത്. ഓക്കെ, ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അടുത്ത ചോദ്യം, റൈറ്റ് എ നോട്ട് ഓൺ പാരാമീറ്റേഴ്സ് ഓഫ് വേവ് മോഷൻ. വേവ് മോഷനെ കാണിക്കുന്ന ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ ആയിട്ടുള്ള ചില പ്രോപ്പർട്ടികളാണ്, അളക്കാൻ പറ്റുന്നതാണ്. ഒരു വേവിനെ കുറിച്ച് പറയുമ്പോൾ അല്ലേ, അളക്കാൻ പറ്റുന്ന പല പ്രോപ്പർട്ടികളും നമ്മൾ പറയാറുണ്ട്. അതിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം ഒരു ചിത്രം കാണാം. നോക്കൂ, ഇതൊരു വേവാണ്. ഈ ഉയർന്ന ഭാഗത്തിനെ ക്രസ്റ്റ് എന്ന് പറയും. ഇതൊരു ക്രസ്റ്റ്, ഇത് തൊട്ടടുത്ത ക്രസ്റ്റ്. തൊട്ടടുത്ത ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരം, ഇതാണ് വേവ് ലെങ്ത്. ഈ വേവിൻ്റെ താഴ്ചയെ നമ്മൾ ട്രഫ് എന്ന് പറയും. ഈ താഴ്ന്ന ഭാഗം ട്രഫാണ്, ഇതും ട്രഫാണ്. അപ്പം തൊട്ടടുത്ത ട്രഫുകൾ തമ്മിലുള്ള ദൂരത്തിനെ വേവ് ലെങ്ത് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു വേവിലെ തൊട്ടടുത്ത ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരം, അതാണ് വേവ് ലെങ്ത്. അല്ലെങ്കിൽ തൊട്ടടുത്ത ട്രഫുകൾ തമ്മിലുള്ള ദൂരം, ഇതാണ് വേവ് ലെങ്ത്. ക്ലിയർ ആയല്ലോ? ഈ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നിയറസ്റ്റ് ക്രസ്റ്റ് ഓർ ട്രഫ്സ് ഓഫ് എ വേവ്. തൊട്ടടുത്തുള്ള ക്രസ്റ്റുകൾ തമ്മിലോ തൊട്ടടുത്ത ട്രഫുകൾ തമ്മിലോ ഉള്ള ദൂരം. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്തത് ഫ്രീക്വൻസി, ആവൃത്തി. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്, അതിൻ്റെ മലയാളം തരംഗ ദൈർഘ്യം എന്നാണ്. ഇത് ആവൃത്തി, ഫ്രീക്വൻസി. ന്യൂ എന്നാണ് സിമ്പൽ, ന്യൂ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ ഗിവൻ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന വേവുകളുടെ എണ്ണം. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന വേവുകളുടെ എണ്ണത്തിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നോക്കൂ. ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് അല്ലെങ്കിൽ CPS, സൈക്കിൾ പെർ സെക്കൻഡ്. നോട്ട് എഴുതണം. ഇനി അടുത്ത പാരാമീറ്റർ നോക്കാം, വെലോസിറ്റി. നമുക്ക് പരിചയമുള്ള പദമാണ് വെലോസിറ്റി. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് വെലോസിറ്റി. ഒരു സെക്കൻഡിൽ ഒരു വേവ് സഞ്ചരിക്കുന്ന ദൂരം, അതിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് നമുക്കറിയാം, മീറ്റർ പെർ സെക്കൻഡ്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് വെലോസിറ്റി. അടുത്ത പാരാമീറ്ററാണ് ആംപ്ലിറ്റ്യൂഡ്. ആദ്യം ഒരു ചിത്രം കാണാം, പെട്ടെന്ന് മനസ്സിലാക്കാം. ആംപ്ലിറ്റ്യൂഡ് ഉണ്ടോ?
ക്രസ്റ്റിൻ്റെ ഉയരം, ഇതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു ക്രസ്റ്റിൻ്റെ ഉയരം അല്ലെങ്കിൽ ട്രഫിൻ്റെ താഴ്ച, ഡെപ്ത്. അപ്പം ക്രസ്റ്റിൻ്റെ ഉയരമാണ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ട്രഫിൻ്റെ താഴ്ച. ഇതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദ ഹൈറ്റ് ഓഫ് ദി ക്രസ്റ്റ് ഓർ ഡെപ്ത് ഓഫ് ദി ട്രഫ് ഓഫ് എ വേവ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. അല്ലേ? ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ക്രസ്റ്റ് ഓർ ഡെപ്ത് ഓഫ് ദി ട്രഫ് ഓഫ് എ വേവ്. ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ് ഇൻറ്റൻസിറ്റി. ദ സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഗീവ്സ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വേവ്. അപ്പോൾ വേവിൻ്റെ ഇൻറ്റൻസിറ്റി തരുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ക്രസ്റ്റിൻ്റെ ഉയരം അല്ലെങ്കിൽ ട്രഫിൻ്റെ താഴ്ച. ഓക്കെ, ഇതാണ് ക്രസ്റ്റ്, ഈ ഉയർന്ന ഭാഗം. ഈ താഴ്ന്ന ഭാഗമാണ് ട്രഫ്. ഓക്കെ. വേവ് നമ്പറിനെ ന്യൂ ബാർ എന്നാണ് കാണിക്കുക. വേവ് നമ്പറിനെ ന്യൂ ബാർ എന്നാണ് കാണിക്കുന്നത്. ന്യൂ ബാർ 1/λ. ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ 1/λ. ഇപ്പോൾ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത് ആണ് വേവ് നമ്പർ. വേവ് നമ്പർ ഈസ് റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. അതിൻ്റെ ഡെഫിനേഷൻ നോക്കൂ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ് ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്ത്തിലുള്ള വേവ് ലെങ്ത്തിൻ്റെ എണ്ണം. യൂണിറ്റ് ലെങ്ത്തിലുള്ള, അതായത് 1 സെൻറ്റിമീറ്ററോ 1 മീറ്ററോ, അതാണ് യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്ത്തിലുള്ള വേവ് ലെങ്ത്തിൻ്റെ എണ്ണത്തിനെയാണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ ന്യൂ ബാർ ഈക്വൽ ടു 1/λ. യൂണിറ്റ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് 1/λ എന്ന് പറയുമ്പോൾ 1/മീറ്റർ, മീറ്റർ ഇൻവേഴ്സ് ആവാം, അല്ലെങ്കിൽ 1/സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആവാം. അപ്പോൾ യൂണിറ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് എഴുതാം. യൂണിറ്റ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ മീറ്റർ ഇൻവേഴ്സ് എന്നും പറയാം. മീറ്റർ ഇൻവേഴ്സ്. ഇപ്പോൾ വേവ് മോഷനുമായി ബന്ധപ്പെട്ട ചില പാരാമീറ്റേഴ്സാണ് നമ്മൾ കണ്ടത്. പാരാമീറ്റേഴ്സ് മെഷറബിളാണ്. അങ്ങനെ മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പാരാമീറ്റേഴ്സായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി റേഡിയേഷനുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.